കേരളം ഇസ്ലാമിക മതപരിവർത്തനത്തിന്റെ തലസ്ഥാനം. ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾക്കാണ് കേരളം ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നേ ദിവസം ഷെക്കേന ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഈ അടുത്തിടെ കേരളത്തിൽ ആകമാനം എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിന്ന വാർത്തയാണ്. അതിങ്ങനെയാണ്: പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതം മാറ്റത്തിന് പ്രേരിപ്പിച്ചു. 2 പേർ അറസ്റ്റിൽ എന്നുള്ളതാണ്. ലഭിക്കുന്ന വാർത്തകൾ വളച്ചൊടിക്കാതെ നേര് പറയുന്ന, അതുപോലെ നിർഭയം പറയുവാൻ ചങ്കൂറ്റമുള്ള പല ചാനലുകളിലും ന്യൂസ് പേപ്പറുകളിലും പ്രസ്തുത വാർത്ത വലിയൊരു സംസാര വിഷയവുമായിരുന്നു. ആദ്യം സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജില്ലയിലെ ഫുൽപൂർ സബ് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന നിൽഹാൽത്ത് വില്ലേജിലാണ് സ്ഥിതിഗതികൾ ആരംഭിക്കുന്നത്. ഫുൽപൂർ പട്ടണത്തിൽ നിന്നും ഇവിടേക്ക് ഏകദേശം 2 കിലോമീറ്റർ ദൈർഘ്യം മാത്രമാണുള്ളത്. 2011 സെൻസസ് പ്രകാരം 190-ലധികം കുടുംബങ്ങളുള്ള ഇവിടെ കൂടുതലും നിർധനരായവരാണ്. കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് പകുതിയിലേറെ പേരും ജീവിച്ചു വരുന്നത്. 21% ദളിത് വിഭാഗക്കാരാണ്. അങ്ങനെയുള്ളൊരു ദളിത് കുടുംബത്തിൽ വിധവയായ അമ്മ ഗുഡ്ഡി ദേവിക്കൊപ്പമാണ് 15 വയസ്സുള്ള പെൺകുട്ടി ജീവിച്ചു വന്നിരുന്നത്. 2025 മെയ് 8 പ്രസ്തുത സംഭവങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഉടലെടുത്തത്. തന്റെ ഗ്രാമത്തിലുള്ള ഒരു വിവാഹ ആഘോഷത്തിന് പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയെ ആ ഗ്രാമത്തിൽ തന്നെ ജീവിച്ചു വരുന്ന 19 വയസ്സുള്ള യുവതി ദക്ഷ ഭാനോയാണ് കൂടുതൽ പണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് ഇസ്ലാം മതത്തിലേക്ക് ആകർഷിച്ച് കൗമാരക്കാരിയെ തന്റെ വലയിൽ വീഴ്ത്തി. വർഷങ്ങൾക്ക് മുമ്പുള്ള സാക്ഷരതാ പട്ടികയിൽ ഏറ്റവും മോശം സാക്ഷരതാ നിരക്കിൽ 2ാമത് വരുന്ന ഉത്തർപ്രദേശിൽ, പ്രത്യേകിച്ച് ലിൽഹാത്ത് ഗ്രാമത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളോ ആരോഗ്യ പരിരക്ഷണ ക്ലിനിക്കുകളോ ഇല്ല എന്നത് ഡിജിറ്റൽ ഇന്ത്യയുടെ മറ്റൊരു മുഖമാണെന്നത് ഈ പ്രത്യേക അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഉത്തരേന്ത്യയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദളിത് കുടുംബങ്ങളിൽ നിന്നുള്ളവരെ, പ്രത്യേകിച്ച് ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിലെ നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ജോലി വാഗ്ദാനങ്ങളും വിവാഹ വാഗ്ദാനങ്ങളും നൽകി മനുഷ്യകടത്തിനും വേശ്യാവൃത്തിക്കും ബാലവേലയ്ക്കും ഒരുപക്ഷെ അവയവ കച്ചവടങ്ങൾക്കുമായി കെണിയിൽ വീഴ്ത്തുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. കൊടിയ ദാരിദ്ര്യവും കടബാധ്യതയും മൂലം പലപ്പോഴും മാതാപിതാക്കൾ കാര്യത്തിന്റെ ഗൗരവമറിയാതെ ഏജന്റുമാരുടെ വലകളിൽ വീണ് തങ്ങളുടെ മക്കളെ ഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്നീ മഹാനഗരങ്ങളിൽ ജോലിക്കായി അയക്കുന്നത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കുറെ നാളുകളായിട്ടുള്ള ചൂഷണത്തിന്റെ മറ്റൊരു വശമാണ് തുറന്നു കാട്ടുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് സംഘടനയുടെ റിപ്പോർട്ട് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള കൊടിയ ചൂഷണങ്ങളെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. NHRC, NCRB സംഘടനകളുടെ റിപ്പോർട്ടിൽ കൂടുതലും ഗ്രാമങ്ങളിലുള്ള നിർധനരായ ദളിത് യുവതികളാണ് മനുഷ്യകടത്തിന് ഇരകളെന്ന് പരാമർശിക്കുന്നുണ്ട്. ഇപ്രകാരം ചൂഷണം ചെയ്യപ്പെടുന്ന യുവതികളിൽ ഒരാളാണ് ഈ 15-കാരി. പിന്നീട് നടന്ന നാടകീയ സംഭവങ്ങൾ ഇപ്രകാരമാണ് അരങ്ങേറിയത്. ദക്ഷ ഭാനോ എന്നു പേരുള്ള യുവതി ആ പ്രദേശവാസിയായ മുഹമ്മദ് ഖൈഫിനെ വിളിക്കുന്നു. മോട്ടോർ സൈക്കിളിൽ എത്തിച്ചേർന്ന ഇദ്ദേഹവും ദക്ഷ ഭാനോയും കൂടി കൗമാരക്കാരിയെ 35 കിലോമീറ്റർ ദൂരമുള്ള പ്രയാഗ്രാജ് നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും മുഹമ്മദ് ഖൈഫ് 15 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയയാക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ദക്ഷ ഭാനോയും കൗമാരക്കാരിയും ഡൽഹിയിലേക്ക് ട്രെയിൻ കയറുകയും അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് അടുത്ത ട്രെയിനിൽ യാത്ര തിരിക്കുകയും ചെയ്തു. കേരളത്തിലേക്കുള്ള യാത്രക്കിടെ 19 വയസ്സുള്ള ദക്ഷ ഭാനോ തീവ്ര ഇസ്ലാമിക റാഡിക്കലൈസേഷന്റെ മുഖ്യധാരാ കണ്ണികൾ ഒരാളാണെന്ന് കരുതപ്പെടുന്ന തൃശ്ശൂരിൽ താമസിച്ചു വരുന്നു എന്നും കരുതപ്പെടുന്ന താജ് മുഹമ്മദിനെ മൊബൈൽ ഫോൺ കോളുകളിലൂടെ പലപ്പോഴായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ എത്തിച്ചേർന്ന ഈ 15-കാരിയെ ഒരു വീട്ടിൽ എത്തിച്ചിരുന്നു. മറ്റു പല പുരുഷന്മാരെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും ആ കെട്ടിടത്തിനുള്ളിൽ കണ്ടുവന്ന് കൗമാരക്കാരി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ മൊഴിയിൽ നിന്നും തന്നെ ഇസ്ലാമിലേക്ക് നിർബന്ധിത മതമാറ്റത്തിനായി ശ്രമിച്ചുവെന്നും ജിഹാദി പ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനത്തിൽ ഏർപ്പെടുവാൻ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുപോലെ കൊണ്ടുവന്നിട്ടുള്ള മറ്റ് ദളിത് പെൺകുട്ടികൾ
ഇസ്ലാമിലേക്ക് മതം മാറിയെന്നും സന്തോഷകരമായാണ് ജീവിക്കുന്നതെന്നും അവരിൽ ചിലരെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചുവെന്നുമുള്ള കാര്യങ്ങൾ കൂടി കുട്ടി പോലീസ് അധികൃതരോട് പറയുകയുണ്ടായി. താൻ എത്തിപ്പെട്ടത് വൻ ചതിയിലാണെന്ന് മനസ്സിലാക്കിയ 15-കാരി വീട്ടു തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും പിന്നീട് പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ സഹായം തേടി എത്തിച്ചേരുകയും ചെയ്തു. പോലീസിന്റെയും ശിശുക്ഷേമ സമിതിയുടെയും സഹായത്തോടെ കുട്ടിയെ സുരക്ഷിതമായി ഉത്തർപ്രദേശിൽ എത്തിക്കുകയും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ വൺ സ്റ്റോപ്പ് സെന്ററിൽ സുരക്ഷിതമായി പാർപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം ജൂൺ 28-നാണ് കുട്ടിയുടെ അമ്മ ഗുഡ്ഡി ദേവി ഫൂൽപൂർ പോലീസിന് പരാതി നൽകുന്നത്. അതേസമയം പരാതിക്കാരിയായ അമ്മയ്ക്കെതിരെയും വീട്ടുകാർക്കെതിരെയും അപരിചിത നമ്പറുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയോ മറ്റ് അധികാരികളെയോ അറിയിക്കരുതെന്ന് ആവശ്യപ്പെട്ട് നിരവധി ഭീഷണി കോളുകൾ വന്നിരുന്നതായും പറയുന്നുണ്ട്. തൽഫലമായി പോലീസിന്റെ നിരന്തര അന്വേഷണങ്ങൾ ദർക്ഷ ഭാനോയെയും മുഹമ്മദ് കൈഫിനെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിന് കാരണമാക്കി. ഇത്തരത്തിലുള്ള കേസ് അധികാരികളുടെ ശ്രദ്ധയിലെത്തിയതോടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും നിർധനരായ ദളിത് പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിനും പിന്നീട് തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുവാനുള്ള ഒരു വലിയ സംഘം ഗൂഢ അജണ്ടകളോടെ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നതിനുമുള്ള വ്യക്തമായ തെളിവാണിതെന്ന് അന്വേഷണത്തിന്റെ ചുമതല വഹിച്ചിരുന്ന DCP കുൽദീപ് സിംഗ് കുവണത്ത് പറഞ്ഞിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട ദർക്ഷോ ഭാനോ എന്ന യുവതി ഇത്തരത്തിലുള്ള മസ്തിഷ്ക ക്ഷാളനം നടത്തി മതം മാറ്റി രാജ്യദ്രോഹ കുറ്റങ്ങൾക്ക് കുടപിടിക്കുന്ന വലിയ ശൃംഖലയിൽപ്പെട്ട ഒരു കണ്ണിയാണെന്ന് DCP കുൽദീപ് പറയുകയുണ്ടായി. അതേസമയം താജ് മുഹമ്മദിന് വേണ്ടിയും കൂട്ടാളികൾക്ക് വേണ്ടിയുമുള്ള തിരച്ചിലുകൾ അധികാരികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കേരളത്തിലെയും ഉത്തർപ്രദേശിലെയും 3 പോലീസ് സംഘങ്ങളെ കൂടുതൽ അന്വേഷണ ആവശ്യങ്ങൾക്കായി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. താജ് മുഹമ്മദ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഉണ്ടെന്നാണ് ജൂലൈ 1-ന് ലഭിച്ച വാർത്തകൾ നൽകുന്ന വിവരം. ഇനി ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് കേരളം? എന്തുകൊണ്ട് ഉത്തർപ്രദേശിലുള്ള യുവതിയെ കേരളത്തിലേക്ക് നാടുകടത്തിയത്? സാക്ഷരതയും ഉയർന്ന വിദ്യാഭ്യാസവും പരസ്പര സാഹോദര്യവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അൻ എക്സ്ക്ലൂസീവ് എവിഡൻസ്, പ്രത്യക്ഷമായ നുഴഞ്ഞുകയറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. കേരളം ഇന്ത്യയിലെ തന്നെ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുന്നെന്ന വാർത്ത രാജ്യത്താകമാനമുള്ള 150 മുതൽ 200 വരെയുള്ള പ്രോ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണങ്ങളിൽ 40 കേരളത്തിൽ നിന്നാണ് എന്ന റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ മുഖങ്ങൾ അന്വേഷിക്കുവാനായി 2016-ൽ ഇന്ത്യൻ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി രൂപീകരിച്ച ഓപ്പറേഷൻ പീജിയണിൽ കേരളത്തിലെ വടക്കൻ ജില്ലയായ കണ്ണൂരിൽ നിന്ന് 118-ഉം മലപ്പുറത്ത് നിന്ന് 89-ഉം കാസർഗോഡ് നിന്ന് 309-ഉം IS അനുഭാവികളെ കണ്ടെത്തി അന്വേഷണ സംഘം ഒരിക്കൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഏപ്രിൽ 2019-ൽ ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ ഈസ്റ്റർ ആഘോഷങ്ങൾക്കിടയ്ക്ക് ബോംബാക്രമണം നടത്തിയത് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളാണെന്ന് സ്വയം സമ്മതിക്കുകയും ബോംബിംഗ് നടത്തിയത് ശ്രീലങ്കൻ തൗഹീദ് ജമാഅത്ത സംഘടനയുടെ സ്പ്ലിൻഡർ ഗ്രൂപ്പായ നാഷണൽ തൗഹീദ് ഗ്രൂപ്പിന്റെ അനുഭാവി സഹ്റാൻ ഹാഷിം ആണെന്ന് തെളിവ് കിട്ടിയിരുന്നു. തുടർന്ന് ശ്രീലങ്കൻ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലിൽ പാലക്കാടുകാരനായ 29 വയസ്സുള്ള റിയാസ് അബൂബക്കറാണ് ഭീകരവാദിയായ സഹ്റാൻ ഹാഷിമിന്റെ കൂടെ ഓൺലൈൻ പ്രൊപ്പഗാൻഡോ വീഡിയോ സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റിയാസ് അബൂബക്കറിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ കാസർഗോഡിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘടനയിൽ അംഗമാകുവാൻ ഇന്ത്യ വിട്ടുപോയ മറ്റ് 14 പേരിലേക്കും എത്തിച്ചേർന്നിരുന്നു. അവരുടെ ഗൂഢസംഘത്തിന്റെ ലീഡറായിരുന്നു കാസർഗോഡ് നിന്നുള്ള റഷീദ് അബ്ദുള്ള. റഷീദ് അബ്ദുള്ള എന്ന വ്യക്തി 2016-ൽ കേരളത്തിൽ നിന്നുള്ള 21 പേരെ തീവ്ര മതവികാരം കുത്തിവെച്ച് അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയതും അവിടെ വെച്ച് US അഫ്ഗാൻ വ്യോമാക്രമണത്തിൽ ആ 21 പേർ കൊല്ലപ്പെടുകയും ചെയ്തെന്ന വാർത്ത നടുക്കത്തോടെയാണ് കേരളം അന്ന് തിരിച്ചറിഞ്ഞത്. 2019 ജൂണിലാണ് റഷീദ് അബ്ദുള്ള വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അന്ന് കൊല്ലപ്പെട്ട 21 പേരിൽ പലരും IS-ൽ ചേർന്നതിന് ശേഷം വീട്ടുകാരുമായി ബന്ധം പുലർത്തിയിരുന്നു. തങ്ങൾ ഇസ്ലാമികമല്ല, ഇസ്ലാമിക തീവ്രവാദമാണ് ചെയ്യുന്നതെന്ന് വീട്ടുകാർ അറിവ് കൊടുത്തിട്ടും അവർ തീവ്രവാദത്തിന്റെ പ്രതിഫലനത്തിന് ഇരയാവുകയും ചെയ്തു. ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? കേരളത്തിന്റെ യുവതയ്ക്ക് തന്നെ. ഒരുപക്ഷെ കേരളത്തിൽ നിലനിൽക്കുന്ന മതങ്ങളിലെ ആളുകൾ തമ്മിലുള്ള സാഹോദര്യമാകാം കേരളം ഇപ്പോഴും പ്രത്യക്ഷമായ ആക്രമണങ്ങൾക്ക് വിളനിലമാകാത്തതെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ നേരത്തെ പറഞ്ഞത് 2016-2019 റിപ്പോർട്ടുകളാണ്. പ്രസ്തുത റിപ്പോർട്ടുകൾക്ക് ശേഷം കേരളം 2026 ആകുമ്പോഴേക്ക് ഒരു പതിറ്റാണ്ടിലെത്തുകയാണ്.
മുൻപുണ്ടായിരുന്നതിനേക്കാൾ രാഷ്ട്രീയ മതവികാര സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമായി കൊണ്ടാണിരിക്കുന്നത്. ഇസ്രായേൽ, ഇറാൻ, ഹമാസ്, ഹെസ്ബുള്ള, ഹൂതി, പാലസ്തീൻ യുദ്ധങ്ങളിൽ ഒരുപക്ഷെ പശ്ചിമേഷ്യയിലെ തന്നെ വിദൂരമായൊരു ഇന്ത്യയിലെ കേരളമെന്ന സംസ്ഥാനം പ്രസ്തുത യുദ്ധങ്ങളെ ചൊല്ലി ഇരുപക്ഷത്തുമാണെന്നതും അതേ തുടർന്നുള്ള മലയാളി സോഷ്യൽ മീഡിയ തരംഗങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കേരള ജനത ജാഗ്രതയോടെ എടുക്കേണ്ട സംഗതിയാണ്. 2006 രൂപീകൃതമായ PFI എന്നറിയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടന കേരളത്തിലെ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട്, കർണാടകയിലെ KFT, കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി, തമിഴ്നാട്ടിൽ MNP, മനിതനീതി പസ്ര എന്നറിയപ്പെടുന്ന നിരോധിത സംഘടനകൾ കൂട്ടിച്ചേർത്താണ് PFI രൂപപ്പെട്ടത്. പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാഭ്യാസ സഹായിയായ സത്യസരണി എന്നറിയപ്പെടുന്ന സ്ഥാപനവും തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ദളിതരും ക്രൈസ്തവരും ഹിന്ദുക്കളും അടങ്ങുന്ന ആയിരക്കണക്കിന് യുവാക്കളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കിയത് പലപ്പോഴും വാർത്തയായിരുന്നു. അതേസമയം SIMI എന്നറിയപ്പെടുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടന IM എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മുജാഹിദീൻ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയുണ്ടായി. പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപകരിൽ കൂടുതലും സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ അണിയറ പ്രവർത്തകരായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണം നടത്തി ആശയങ്ങളൊട്ടും ഒഴിവാക്കാതെ തന്നെ SDPI എന്നറിയപ്പെടുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും CFI ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയും NWF നാഷണൽ വിമൻസ് ഫ്രണ്ടും കൂടാതെ ഇസ്ലാമിക് NGO ആയ റിഹാബ് ഫൗണ്ടേഷനുമായും നിഗൂഢമായ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇന്ന് ഏകദേശം 22 ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ തന്നെ പ്രസ്തുത സംഘടനകളുടെ സാന്നിധ്യം കാണുവാൻ സാധിക്കും. ചേരികളിലും നഗരങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മോസ്കുകളിലുമായി നിയമസഹായത്തിന്റെയും ആതുര സേവനത്തിന്റെയും സാമൂഹിക പ്രവർത്തനങ്ങളുടെയും മറവിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന സാമൂഹിക രാഷ്ട്രീയ ശൃംഖലകൾ തീർക്കുകയും മുസ്ലിം സമുദായത്തിന്റെ മിക്ക ഘടകങ്ങളിലേക്ക് തങ്ങളുടെ ശൃംഖല വ്യാപിപ്പിക്കുകയും ചെയ്തു. 2022 PFI സംഘടന നിരോധിക്കുന്നതെങ്കിലും അതിന്റെ വലിയൊരു സ്വാധീനം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് 2025 പുറത്തു വന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട്. തീവ്രവാദത്തിനും രാജ്യദ്രോഹത്തിനും ജിഹാദിനും വേണ്ടി വഴിവെട്ടുന്ന കരാള ഹസ്തങ്ങൾ മതസാഹിത്യങ്ങളിലൂടെ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ സംഘർഷ പ്രദേശങ്ങളായ സിറിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ യുദ്ധത്തിന് പോകേണ്ട ഉദ്ദേശത്തെക്കുറിച്ച് റാഡിക്കലൈസ് ചെയ്തും സലാഫി ആശയങ്ങൾ കുത്തിവെക്കുന്ന പഠന കേന്ദ്രങ്ങളും മലയാളികൾ അധികമുള്ള ഗൾഫ് രാജ്യങ്ങളുമായും കലാലയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയുമാണ് പ്രധാനമായും തങ്ങളുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിൽ വരുത്തുന്നത്. വെറും 5 വർഷം മുൻപ് 2020 ഇസ്ലാമിക് തീവ്രവാദം കേരളം, കർണാടക മുതലായ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേരുറച്ചിട്ടുണ്ടെന്നും അവയുടെ സ്ലീപ്പർ സെല്ലുകളുടെ സാന്നിധ്യം കേരളത്തിൽ വ്യാപകമായി ഉണ്ടെന്ന് ഐക്യരാഷ്ട്ര സംഘടന സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. 5 വർഷത്തിന് ശേഷം ഇന്ന് 2025 നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ NIA 977ഓളം ആളുകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഹിറ്റ് ലിസ്റ്റ് PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടന തയ്യാറാക്കിയതായി വാർത്തയുണ്ടായി. ഈ വാർത്ത ചൂണ്ടിക്കാട്ടുന്നത് കേരളം ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് വിമുക്തി നേടിയിട്ടില്ല എന്നതാണ്. 26 പേരുടെ മരണത്തിനിടയാക്കിയ 2025 പഹൽഗാം ഭീകരവാദി ആക്രമണവും 2023-24 തൃശൂരിൽ നിന്നും പാലക്കാട് നിന്നും കണ്ടെത്തിയ ഡിജിറ്റൽ ഡിവൈസുകളും ആക്രമണ സ്വഭാവമുള്ള രേഖകളും തീവ്രവാദ ആക്രമണത്തിന് സാമ്പത്തിക സഹായം ഉന്നമിച്ചുകൊണ്ടുള്ള ഫണ്ട് റൈസിംഗ് പ്രോഗ്രാമുകളും സാമൂഹിക ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്ന രേഖകളും അന്ന് NIA കണ്ടെത്തിയിരുന്നു. സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഏത് വിശ്വാസത്തിനുള്ളിൽ ജീവിക്കുവാനുള്ള അവകാശം ഭൂമിയിലെ സകല മനുഷ്യർക്കും സ്വതേ ഉള്ളതാണ്. കൊടിയ ദാരിദ്ര്യം മൂലം ഭൗതിക നന്മകൾ വാഗ്ദാനം ചെയ്ത് തങ്ങളുടെ വിശ്വാസത്തിലേക്ക് സ്വതന്ത്രമായി മറ്റുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളതും മനുഷ്യരാശിയുടെ ഉത്ഭവം മുതലേയുള്ള പ്രവണതയാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നത് അങ്ങനെയല്ല. മതം മാറ്റി ജിഹാദിലും ലൈംഗിക അതിക്രമങ്ങൾക്കും തീവ്രവാദത്തിനും രാജ്യദ്രോഹ കുറ്റങ്ങൾക്കും പിന്നീട് ചാവേറുകളായും ജീവിതം നശിപ്പിക്കുന്ന പ്രവണതയാണ് ഒരു കൂട്ടർ നടത്തുന്നത്. ഇത് കൃത്യമായും തീവ്ര ഇസ്ലാമിക നിലപാടാണെന്ന് മുൻപ് രേഖാമൂലം പറഞ്ഞു വെച്ച കാര്യകാരണങ്ങൾ മനസ്സിലാക്കിയാൽ ഏതൊരു ആവറേജ് ബുദ്ധിശാലിക്കും മനസ്സിലാക്കാം. ഇതെല്ലാം അറിഞ്ഞിട്ടും ബിനാമികളുടെ, തീവ്രവാദികളുടെ പണം പറ്റി രാഷ്ട്രീയം കളിക്കുന്നവരും ഇതെല്ലാം കെട്ട് കഥകളാണെന്ന് ചിന്തിച്ച് ഇക്കാര്യങ്ങളെ ലാഘവത്തോടെ എടുക്കുന്നവരും അറിയാൻ നമ്മുടെ ഈ കൊച്ചു കേരളം അടുത്തൊരു ദമാസ്കസോ സിറിയയോ ലബനോനോ നൈജീരിയയോ ആകാതിരിക്കട്ടെ.